നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മടിയൻകോലം പാട്ടുത്സവത്തിന് തുടക്കം. ഇനി തെയ്യം വരവിന്റെ നാളുകൾ. KSTA മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം ഗതാഗത യോഗ്യമാക്കണം. AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനം രാമഗിരിയിൽ നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. നടക്കാവ് സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിൽ. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക തീർത്ഥയാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. മടിയൻകോലം പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. തെയ്യസംഘങ്ങൾ എത്തി. ഐതിഹ്യസമ്പന്നമായ മടിയൻകോലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും ആചാരക്കാരുടെ അകമ്പടിയോടെ തെയ്യസംഘങ്ങൾ എത്തിത്തുടങ്ങി. ചൊവ്വാഴ്ച വൈകിട്ട് അജാനൂർ കടപ്പുറം കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിനുള്ള തെയ്യം വരവോടെ പാട്ടുത്സവത്തിന് തുടക്കമായി. ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ പുറപ്പെട്ട തെയ്യസംഘം മാണിക്കോത്ത് വഴി മടിയൻകോലത്തെ പ്രവേശിച്ചു. ആചാരക്കാരുടെയും സ്ഥാനികരുടെയും അകമ്പടിയോടെ എത്തിയ തെയ്യസംഘങ്ങളെ കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. പ്രമുഖ യാദവ ക്ഷേത്രങ്ങളായ നെരോത്ത് പെരോട്ടൂർ കോലത്തു നിന്നും മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തെയ്യസംഘങ്ങൾ എത്തിയതോടെ മടിയൻകോലത്തെ പുറത്തെഴുന്നേൽപ്പിനും തുടക്കമായി. തെയ്യസംഘങ്ങളെ വരവേൽക്കാൻ ഗ്രാമപാതയുടെ ഇരുവശത്തുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ 9-ന് പുറത്തെഴുന്നള്ളത്ത് നടക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള തെയ്യം വരവ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കിഴക്കങ്കര ഇളയടത്ത് കുതിരത്തിനുള്ള തെയ്യം വരവ് നടക്കും. വൈകിട്ട് 4-ന് അടോട്ട് പാടാർക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനുള്ള തെയ്യം വരവ് നടക്കും. രാത്രി 8-ന് കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം നാടകവും അരങ്ങേറും. രാത്രി 8 മണിക്ക് കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം നാടകം അരങ്ങേറും. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. KSTA മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. AC കണ്ണൻ നായർ സ്മാരക സ്കൂളിലാണ് പരിപാടി നടന്നത്. KSTA മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. രാഘവൻ മാസ്റ്റർ നിർവഹിച്ചു. രൂപീകരിച്ചിട്ട് 25 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും സാങ്കേതിക അർത്ഥത്തിൽ 25ാം വാർഷികമാണെങ്കിലും നമുക്കെല്ലാം അറിയുന്നത് പോലെ 1930കളിൽ രൂപീകരിച്ച ഇതിൻ്റെ പൂർവ്വ സംഘടനയിൽ നിന്ന് കരുത്തും ആർജവും നേടിയെടുത്തുകൊണ്ടാണ് 91-ൽ KSTAക്ക് രൂപം. T. രവീന്ദ്രൻ നായർ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. KG ഗീതാകുമാരി അധ്യക്ഷയായി. KV സുജാത, CK വിജയകുമാർ, KV രാജേഷ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനം രാമഗിരിയിൽ നടന്നു. തകർന്നു കിടക്കുന്ന ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം റോഡ് നന്നാക്കാൻ നടപടി വേണമെന്ന AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം K. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ തീരുമാനം താഴേക്കിടയിലുള്ള മെമ്പർമാരിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് കാലയളവിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ രാവണീശ്വരം യൂണിറ്റ് ഏകദേശം 140ഓളം
മെമ്പർമാർ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. AKTA യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി നിർമ്മല പി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാഘവൻ, KV കുഞ്ഞമ്പു, O കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. പെൻഷൻകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നടപടി വേണമെന്ന യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിൽ 10-14 പേർക്ക് പെൻഷൻ കിട്ടിയില്ല. അല്ലേഷോക്ക് ഇന്നലെ സംഭവിക്കാത്ത കാര്യങ്ങളാണത്. നവംബറിൽ 94 റിട്ടയർ ചെയ്തു. അതിലും 10 പേർക്ക് പെൻഷൻ കിട്ടിയില്ല. നമ്മളെ സംബന്ധിച്ച് ഇതുവരെ വരുന്ന കാര്യങ്ങൾ അതാത് മാസങ്ങളിൽ പെൻഷൻ കിട്ടുകയും 1-2 പേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായി ടേക്കപ്പ് ചെയ്യുകയും കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പെൻഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് കൂടി വന്നാൽ ബ്രാഞ്ച് ചെല്ലാം. മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പെൻഷൻ കിട്ടിയില്ല. അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. കൂടി വന്നാൽ RBIയിലോ AOയിലോ AO ചോദിച്ചാലും LHOയിലോ വന്നാലും ആർക്കും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ LHO മീറ്റിങ്ങിൽ 6 മാസം കൂടുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാനേജ്മെൻറ്റായിട്ട് മീറ്റിംഗാണ്. CGM, GMs, CDO, ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ്. അതിൻ്റെ ആദ്യത്തെ ഐറ്റം തന്നെയാണത്. ഇത്രയും പേർക്ക് പെൻഷൻ കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ ഐറ്റം, കിട്ടിയ പലർക്കും 5000-4000 കുറവ് പെൻഷൻ. ജില്ലാ പ്രസിഡന്റ് N ഗോപാലൻ അധ്യക്ഷനായി. M വിജയൻ, ജോസ് മർസിലിൻ, V ജനാർദ്ദനൻ, PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാർ നേരിടുന്ന വെല്ലുവിളികളും മെഡിക്കൽ സ്കീമിൽ വന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വിഷമങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ലയൺസ് ക്ലബ് സ്ഥാപകൻ മെൽവിൻ ജോണിന്റെ ജന്മദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മോനാച്ച സെന്റ് ജോൺസ് പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ജന്മദിനാഘോഷം നടന്നത്. ലയൺസ് ക്ലബിന്റെ സ്ഥാപകൻ മെൽവിൻ ജോണിന്റെ ജന്മദിനാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് സുർജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മോനാച്ച സെന്റ് ജോൺസ് പുനരധിവാസ കേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകിയാണ് ലയൺസ് ക്ലബ് പ്രവർത്തകർ മെൽവിൻ ജോണിന്റെ ജന്മദിനം ആഘോഷിച്ചത്. പടന്നക്കാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മോനാച്ച സെന്റ് ജോൺസ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന ആഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആഘോഷ പരിപാടിക്ക് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷറി ഷെണ്ണി, ലേണേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ സീമ ദിലീപ്, M സുധാകരൻ, P ബാലകൃഷ്ണൻ, സ്നേഹലത, ടോമി ഐസക്, K ഗംഗാധരൻ, ബ്രദർ സണ്ണി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. നടക്കാവ് സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ. ഗ്രൗണ്ടിൽ പുൽത്തകിടി ഉറപ്പിക്കുന്ന പ്രവൃത്തിയും പൂർത്തിയായി. ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിക്കുന്ന 2 വിവിധോദ്ദേശ സ്റ്റേഡിയങ്ങളിലൊന്നാണ് നടക്കാവിലേത്. മറ്റൊന്ന് ആലപ്പുഴയിലാണ്. ഡൽഹിയിലെ ശിവ നരേഷ് കമ്പനിയാണ് 2.75 കോടിയുടെ പ്രവൃത്തി ഏറ്റെടുത്തത്. 2014 നവംബറിൽ ആരംഭിച്ച പണി 3 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും വൈകിയാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നത്. നടക്കാവ് വലിയ കോവൽ മൈതാനി ഇളക്കി മാറ്റി സമതലമാക്കി ഉറപ്പിച്ച മണ്ണിൽ പ്രത്യേകതരം തുണി വിരിച്ച് വിവിധ പാളികളിലായി കോൺക്രീറ്റ് ചെയ്താണ് അടിത്തറയൊരുക്കിയത്. ഇതിനായി മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രത്യേക ഫാബ്രിക് ഷീറ്റുകളാണ് ഉപയോഗിച്ചത്. ദേശീയ ഗെയിംസ് അക്കാദമിക്കാണ് മേൽനോട്ട ചുമതല. 110 മീറ്റർ നീളത്തിലും 78 മീറ്റർ വീതിയിലുമാണ് ഫുട്ബോൾ മൈതാനം. 400 മീറ്റർ ട്രാക്കോട് കൂടിയ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത്. ഭാവിയിൽ വികസിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിച്ചാണിത്. 8000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇവിടെ പുൽത്തകിടി ഉറപ്പിച്ചിരിക്കുന്നത്. പുൽത്തകിടിക്കിടയിലാണ് റബ്ബർ മണൽ വിരിക്കുക. K കുഞ്ഞിരാമൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി മുൻമന്ത്രി KB ഗണേഷ് കുമാറാണ് കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിന്റെ പദ്ധതി തൃക്കരിപ്പൂരിൽ അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക തീർത്ഥയാത്ര വെള്ളിയാഴ്ച ജില്ലയിലെത്തും. സംസ്ഥാന പ്രസിഡന്റ് S രമേശൻ നായരാണ് യാത്ര നയിക്കുന്നത്. കന്യാകുമാരി മുതൽ ഗോകർണം വരെയാണ് യാത്രയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക തീർത്ഥയാത്രയ്ക്ക് ജില്ലയിൽ 8 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. പരവനടുക്കം കുട്ടമത്ത് A ശ്രീധരൻ സ്മൃതി മണ്ഡപ നഗരിൽ ജില്ലാതല സമാപനം നടക്കും. കേന്ദ്രീയ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മേലത്ത് ചന്ദ്രശേഖരൻ നായർ, നാരായണൻ വടക്കിനിയ, KC മേലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതായി വാർത്തകൾ പുറത്തുവരുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കിനാനൂരിലെ കർഷകർ സഹായത്തിനായി അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ്. കിനാനൂർ പാടശേഖരത്ത് കൃഷിക്കാവശ്യമായ ജലസേചന സൗകര്യമൊരുക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത്. വിപുലമായ തോതിൽ നെൽകൃഷി നടത്തുന്ന ഇവിടെ ജൈവ പച്ചക്കറി കൃഷിയും നടത്തിവരുന്നു. ആകെ 3 മോട്ടോറുകൾ ഉള്ളതിൽ 2 എണ്ണം പ്രവർത്തനരഹിതമായി. എല്ലാവരും കുറച്ച് ടില്ലറിന് തകരാറായതുകൊണ്ട് ഊത് കിട്ടിയില്ല.
അല്ലെ പച്ചക്കറി ഇപ്പം അന്നേ ആട്ടി അതിനൊന്നും ആരും ഒന്നും പണിയെടുക്കുന്നില്ല. ഇക്കൊല്ലം ടില്ലർ കയറാറായതുകൊണ്ട് കുറേ പേര് എല്ലാം ഒഴിവായി. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അവസരത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുന്നില്ലെന്നാണ് പൊതുവെയുള്ള പരാതി. സ്വർണ്ണ വിതരണക്കാരനെ അടിച്ചുവീഴ്ത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി KSRTC ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം. കാസർഗോഡ് സി പി കെ സുധാകരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വദേശിയായ സ്വർണ്ണ വിതരണക്കാരനെ അടിച്ചുവീഴ്ത്തി 1.318 ഗ്രാം സ്വർണവും 4,36,350 രൂപയുമാണ് തട്ടിപ്പറിച്ചത്. കാറിലെത്തിയ 4 സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. രാത്രി 8 മണിയോടെ KPR റാവ് റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. ഈ കാർ പിന്നീട് സീതാങ്കോളി ഭാഗത്തേക്ക് ഓടിച്ചു പോയതായും സൂചനയുണ്ട്. തൃശൂർ ചെമ്പുകാവ് ലുർദുപുരം സ്വദേശി ടോണിയെ ആക്രമിച്ചാണ് 35 ലക്ഷം രൂപയുടെ കവർച്ച നടത്തിയത്. ആളുകൾ നോക്കി നിൽക്കുന്നതിനിടയിലാണ് സംഭവമുണ്ടായത്. ഈ ഭാഗത്ത് ടോണിയെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ചക്കാരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ടോണിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബാഗ് തട്ടിപ്പറിച്ചയാൾ തൊട്ടടുത്ത് നിർത്തിയിരുന്ന കാറിലേക്ക് ചാടിക്കയറുകയായിരുന്നുവെന്നും ടോണി പറയുന്നു. ആരോപണ വിധേയനായ ഡിവൈഎസ്പിയെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൻ വിവാദമാകുന്നു. സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ചാലക്കുടി ഡിവൈഎസ്പി KK രവീന്ദ്രനെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. പാലിക്കര ടോൾ വഴി കടക്കാതെ മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്ത കുടുംബത്തോട് ഡിവൈഎസ്പി വളരെ മോശമായി പെരുമാറിയിരുന്നു. തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പരാമർശം നടത്തിയത്. മന്ത്രിയുടെ പരാമർശം കാസർഗോട്ടുകാരെ മൊത്തം അപമാനിക്കുന്നതായി മാറിയപ്പോൾ സൈബർ ലോകം പ്രതിഷേധത്തിന്റെ യുദ്ധം തീർക്കുകയായിരുന്നു. മോശം പെരുമാറ്റമുള്ള എല്ലാ സാധനങ്ങളെയും വലിച്ചെറിയാനുള്ള ഇടങ്ങളല്ല ഞങ്ങളുടെ കാസർഗോഡ് എന്ന അഭിപ്രായത്തിൽ നിന്ന് തുടങ്ങി പല രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് പ്രതിഷേധത്തിന്റെ യുദ്ധം അലയടിക്കുന്നത്. ചിലർ കാസർഗോട്ടെത്തിയാൽ നന്നാവുമെന്നത് കൊണ്ടാണ് മോശം ഉദ്യോഗസ്ഥരെ കാസർഗോട്ടേക്ക് തട്ടുന്നതെങ്കിൽ അത് നല്ല കാര്യമാണെന്ന അഭിപ്രായവും ഇക്കൂട്ടത്തിൽ കാണാൻ കഴിയും. കണ്ണോൽപ്പടി പാറ്റേൻ വീട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി 17 മുതൽ 21 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് അരവത്ത് മട്ടേങ്ങാനം കഴകം പൂബാണംകുഴി ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ എത്തും. മഹോത്സവത്തോടനുബന്ധിച്ച് കരിപ്പാടകം ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ പൂരക്കളിയും നടക്കും. 4 പടികളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് തൃക്കണ്ണാടത്തെ അമ്പലത്തിലെ തന്നെ സാക്ഷാൽ പടി ഗന്ധപ്പടി എന്ന് പറയും. രണ്ടാമത്തത് അവിടെ അരമന ചാവടി, നമ്മുടെ അരവത്ത് ചാവടിയിലെ പടി, അതിന് മന്ത്രപ്പടി എന്ന് പറയും. മൂന്നാമത്തത് നമ്മുടെ തൃക്കണ്ണൂർ പടി ആണ്, കണ്ണൂർ പടി, പിന്നീട് കണ്ണൂർ പടിയായി മാറിയത്. 4-മത്തെ ഒരു പടി ഉള്ളത് ബാരാദേശത്താണ്, അതിനെ പേറയിൽ പടി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൂർ പടിക്ക് നമ്മുടെ ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ പഴയകാലത്ത് ഒരുപാട് മേന്മകളുള്ള ഒരു തറവാടാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ K ശിവരാമൻ മേസ്ത്രി, ജനറൽ കൺവീനർ ബാബു പടന്നക്കാട്, കണ്ണാലയം നാരായണൻ, കുഞ്ഞിരാമൻ ആലക്കോട്, കുഞ്ഞിരാമൻ കരുവാക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിക്ക് കാൽനാട്ടി. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഗമറുദ്ദീൻ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ചരിത്രകാരന്മാരും മറ്റും ഭിന്നതയുടെ വിഷവിത്തുകൾ ബ്രിട്ടീഷുകാരൻ്റെ കാലത്തൊക്കെ എഴുതി വെച്ച ചരിത്രം ഉപയോഗപ്പെടുത്തി പരിശ്രമിക്കുന്ന സമയത്ത് മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാനും പ്രത്യേകിച്ച് ഗ്രാമീണരായ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നത്തിലും ജാതിയോ മതമോ ഒന്നുമില്ല എന്നൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരം മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ധാരാളം നടക്കുന്നത്. പെരുങ്കളിയാട്ട വെബ്സൈറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കണ്ണൂർ ആകാശവാണി പ്രോഗ്രാം ഡയറക്ടർ K ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. E രാഘവൻ, A മുകുന്ദൻ, TV ബാലകൃഷ്ണൻ, TV വിനോദ്, TV ഗംഗാധരൻ, KV രാഘവൻ, KV ജതീന്ദ്രൻ, TV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത ഹരികൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. ഫെബ്രുവരി 6 മുതൽ 9 വരെയാണ് കളിയാട്ടം നടക്കുക.
കളിയാട്ട ഭാഗമായി 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ പ്രദർശനവും നടക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മടിയൻകോലം പാട്ടുത്സവത്തിന് തുടക്കം. ഇനി തെയ്യം വരവിന്റെ നാളുകൾ. KSTA മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ചാമുണ്ടിക്കുന്ന് പാറക്കടവ് പാലം ഗതാഗത യോഗ്യമാക്കണം. AKTA രാവണീശ്വരം യൂണിറ്റ് സമ്മേളനം രാമഗിരിയിൽ നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. നടക്കാവ് സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിൽ. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക തീർത്ഥയാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.